സംഘർഷങ്ങൾക്കിടെ ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി. തങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടില്ലെന്ന് മന്ത്രി സംഭാഷണത്തിൽ പറഞ്ഞു. മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് നേരെയാണെന്നും ഖത്തറിനെതിരെയല്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഇറാന്റെ വാദങ്ങൾ ഖത്തർ തള്ളി. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ വരെ ഇറാൻ ആക്രമിച്ചെന്നും മറുപടി ഉണ്ടാകുമെന്നും ഖത്തർ പ്രധാനമന്ത്രി മറുപടി നൽകി. അതേസമയം ഇന്ന് ഖത്തറിനെ ലക്ഷ്യമാക്കി ഇറാൻ 10 ഡ്രോണുകളും 2 ക്രൂസ് മിസൈലുകളുമാണ് തൊടുത്തത്. അബ്ബാസ് മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. അബ്ബാസ്, ഈ 5ാം നാളിലും ആശങ്ക പൂർണ്ണമായും ഒഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് അവിടെ ബാക്കിയാകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം ആദ്യം എന്നോണം ഇറാന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നൊരു പ്രധാനപ്പെട്ട പ്രതിനിധി ഖത്തർ പ്രധാനമന്ത്രിയെ വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഇരുവരും സംസാരിച്ചത്? ഖത്തർ എന്ത് നിലപാടാണ് ഇറാനോട് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? സൈഫുദ്ദീൻ, ഈ ആക്രമണത്തിൻ്റെ 5ാം നാളിൽ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയുള്ള ഒരു സംസാരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല എങ്കിലും ഒഫീഷ്യൽ ചാനൽ വഴിയുള്ള ഒരു സംഭാഷണം ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നടത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. അഥവാ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇവിടുത്തെ ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഖത്തർ വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽഥാനിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ വിവരങ്ങളാണ്. ഇതിൽ ഇറാൻ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത് തങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടില്ല, അതിനു പകരം ഇവിടെയുള്ള അമേരിക്കൻ താൽപ്പര്യങ്ങളെയാണ് ആക്രമിച്ചത് എന്നാണ്. ഈ അമേരിക്കൻ താൽപ്പര്യങ്ങൾ എന്ന് ഇറാൻ പറയുന്ന വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഖത്തറിൽ പ്രവർത്തിക്കുന്ന US-ൻ്റെ അൽ ഉദൈദ് വ്യോമതാവളമാണ്. അതിനെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ആക്രമണം എന്നുള്ളതാണ് ഇറാൻ്റെ വാദം. എന്നാൽ ഈ വാദത്തെ സമ്പൂർണ്ണമായി ഖത്തർ പ്രധാനമന്ത്രി തള്ളുകയുണ്ടായിട്ടുണ്ട്. കാരണം ഈ അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ വരെ ആക്രമണത്തിൻ്റെ ശ്രമങ്ങളുണ്ടായി എന്നുള്ളതാണ്. അതോടുകൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻഡസ്ട്രിയൽ സിറ്റികളിൽ മിസൈദിലും അതേപോലെ റാസ് ലഫാനിലും ഒക്കെ ഉണ്ടായ ഇൻഡസ്ട്രിയൽ ഏരിയകളിലെ ഡ്രോൺ ആക്രമണങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ, ഊർജ്ജ സൗകര്യങ്ങൾ അടക്കമുള്ള മേഖലകളിലേക്ക്, റെസിഡൻഷ്യൽ ഏരിയയിലേക്ക്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളെയും ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ അവകാശവാദം വസ്തുതക്ക് നിരക്കുന്നതല്ല. ഇവിടുത്തെ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളെ കൂടി, സിവിലിയന്മാർ കൂടി ഉൾപ്പെട്ട മേഖലകളെ കൂടി ഇറാൻ്റെ ആക്രമണ പരിധിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വാദം ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. ഇതിന് UN ചാർട്ടർ പ്രകാരമാണ് തങ്ങൾ മറുപടി നൽകുക എന്ന് പറയുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിലിറ്ററി എസ്കലേഷനിലേക്കോ ഖത്തർ പോകുമെന്നല്ല ഈ മറുപടി നൽകുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അതിന് വേറെയും നയതന്ത്രപരമായിട്ടുള്ള പല തരത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. ഇതേ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് പ്രകാരം ഖത്തർ എല്ലാ സമയത്തും സമാധാനത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ളതാണ്. സംഭാഷണമാണ് ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന കോൺഫ്ലിക്റ്റുകളിൽ മുന്നോട്ട് വെക്കുന്ന വഴി എന്നുകൂടി അദ്ദേഹം ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. സൈഫുദ്ദീൻ.